തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇസത്ത് സുൽഫിക്കർ നമുക്കൊപ്പം തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ചേരുന്നു. അവിടെ ഇസത്തിനൊപ്പം കേരളത്തിന്റെ അണ്ടർ-23 ക്രിക്കറ്റ് താരങ്ങൾ കൂടിയുണ്ട്. അവർ കൂടി ഇസത്തിനൊപ്പം ചേരുന്നുണ്ട്. ഇസത്ത്, എന്താണ്, അവരെല്ലാം വളരെ ഹാപ്പിയാണോ? രാവിലെ പരിശീലനം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ താരങ്ങളോടൊന്ന് ചോദിക്കാമോ? മഹേഷ്, ഇന്ന് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ മുംബൈയിൽ ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ സന്തോഷം സ്വാഭാവികമായിട്ട് നമ്മുടെ അണ്ടർ-23 താരങ്ങൾക്കുമുണ്ട്. ഭാവിയിൽ ഇവരാണ് ഇനി ഇന്ത്യയെ നയിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇവരിൽ നിന്നും പലരുമായിരിക്കും ഒരു അടുത്ത ഹർമൻപ്രീത് കൗറും അതുപോലെ തന്നെ ജെർമിയ റോഡ്രിഗസും ഒക്കെ. അവരും അതേ ഒരു ആരവത്തിലും ഉത്സവത്തിലുമൊക്കെയാണ്. എന്താണ് ഇന്ന് ഒരു മത്സരം ഏറ്റുമുട്ടാൻ പോകുന്നു, അപ്പോൾ അതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്കുമില്ലേ? യെസ്, തീർച്ചയായിട്ടും. ഞങ്ങൾ കുറേ നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻ്റാണിത്. ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടേത്. എല്ലാവർക്കും ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളെല്ലാവരും, കേരള, ഹോൾ ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ് ദം. പിന്നെ എന്തായാലും ഒന്ന് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് സെമി ഫൈനലിൽ ഉഗ്രം പെർഫോമൻസ്, ഒന്നും പറയില്ല. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ജമീമേൻ്റെ ആ ഒരു ഇന്നിങ്സ് ആണെങ്കിലും ഹർമൻപ്രീതിൻ്റെ ആ ഇന്നിങ്സ് ആണെങ്കിലും ഭയങ്കര ഇൻസ്പയറിംഗ്. ഞങ്ങളിപ്പോൾ BCCIൻ്റെ ടൂർണമെൻറ്റ് T20 ടൂർണമെൻറ്റ് കളിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതേപോലത്തെ ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത്. അപ്പം വേൾഡ് കപ്പ് ജയിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര, എനിക്ക് തോന്നുന്നു, എന്താണ് പറയുക, ഇന്ത്യയിലെ തന്നെ വിമൻസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹോൾ വേൾഡിൽ തന്നെ വിമൻസ് ക്രിക്കറ്റിനൊരു ഭയങ്കര ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ലൈക്ക് 2017 വേൾഡ് കപ്പിൽ ഫൈനലിൽ പെർഫോം ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഇന്ത്യയിൽ വിമൻസ് ക്രിക്കറ്റ് ഭയങ്കര ഒരു ഷിഫ്റ്റ് ഉണ്ടായത്. ഒത്തിരി പ്ലെയേഴ്സ് വിമൻസ് ക്രിക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. ഭയങ്കര ഒരു വിമൻസ് ക്രിക്കറ്റിന് ഭയങ്കര ഒരു ഗ്രോത്ത് ഉണ്ടായത് അതിന് ശേഷമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ പെർഫോമൻസും ഈ ഒരു വേൾഡ് കപ്പ് വിന്നിങ് കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹ്യൂജ് മൊമെൻ്റ് ആയിരിക്കും അത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. സോഷ്യൽ മീഡിയയിലൊക്കെ താരം ജമീമ റോഡ്രിഗസ് ഒക്കെയാണ്. അതിന് പുറമെ ഈ കളിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ഏതായിരുന്നു? എനിക്കിപ്പോൾ കറന്റ് ക്രാന്തി ഗൗഡയുടെ ബോളിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സ്വിങ് അല്ലെങ്കിൽ അകത്തോട്ടാണെങ്കിലും പുറത്തോട്ടാണെങ്കിലും നല്ല രീതിയിലാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു മാറ്റമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ദീപ്തി ശരണ്യ ബോളിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ദീപ്തി ശർമ്മ ആദ്യമേ ഒരു മെയിനായിട്ടുള്ള ഒരു ബോളറാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഡിങ് വിക്കറ്റ് ടേക്കർ കൂടിയാണ് ദീപ്തി ശർമ്മ. അപ്പം ഫൈനലിലും ആ ഒരു പെർഫോമൻസ് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മളോട് ഇപ്പം ഈ ടീമിന്റെ കോച്ചും ചേരുന്നുണ്ട്. പക്ഷേ ഈ തവണത്തെ മത്സരത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ ടീമിൽ നിന്നുമുള്ള ആളുകളെ പറ്റിയും എന്താണ്? നമ്മളെ ഈ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ടീമാണ്. പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മിങ് മന്ത് 24th നമ്മൾ BCCI ടൂർണമെൻറ്റ്. അപ്പോൾ ഈ വേൾഡ് കപ്പ് സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണ് ഈ ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് നോക്കി കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലൊരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഈ വേൾഡ് കപ്പ്. സോ ഇപ്പോൾ T20 കഴിഞ്ഞ് 1 days ആ ഫോർമാറ്റ് ഇപ്പോൾ ലോകം മൊത്തം, ഇന്ത്യ മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ ഈ വേൾഡ് കപ്പ്. അപ്പോൾ നിങ്ങൾ ക്രൗഡും മൊത്തം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗാലറി മൊത്തം ഫുള്ളാണ്. അപ്പോൾ ഇന്ത്യ വുമൻസ് ക്രിക്കറ്റ് എങ്ങനെ ഏറ്റെടുക്കുന്നില്ലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ വി ആർ ഓൾസോ എക്സൈറ്റഡ് ടു സീ ദ മാച്ച് ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ മഹേഷ്, ഇവരും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇന്ന് വൈകുന്നേരം എങ്ങനെയാണ് മത്സരം മുന്നോട്ട് പോകാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയെ നേരിടാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഇപ്പോൾ തുമ്പയിൽ നിന്നും നമ്മളോടൊപ്പം ഈ പ്ലെയേഴ്സും അതുപോലെ തന്നെ കോച്ചും ചേരുന്നത്.